ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 കൊരിന്ത്യർ 8:2 മക്കദോനിയക്കാരെ കുറിച്ച് പൗലോസ് പറയുക, ക്ലേശങ്ങളുടെ കൊടിയ പരീക്ഷയിൽ, തകർന്നു പോകുന്ന പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കവിഞ്ഞൊഴുകി. കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, കരളിൽ പക്ഷേ പലതുമുണ്ടായിരുന്നു, കൈ ശൂന്യമായിരുന്നു. പക്ഷെ കരളിൻ്റെ സന്തോഷാധിക്യം അവരുടെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും ഉദാരതയുടെ ഒരു സമ്പത്ത്, ഉള്ളതിൻ്റെ ഏനം പോലെ, ചങ്കിൻ്റെ ഓഹരി, സ്നേഹത്തിൻ്റെ കരുതൽ, കൃപയുടെ പങ്കുവയ്ക്കൽ ആ ജനം നൽകി. മക്കദോനിയക്കാരെ കുറിച്ച് പൗലോസ് പറയുക, ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ക്ലേശങ്ങളുടെ കൊടിയ പരീക്ഷയ്ക്കകത്ത് ഇവർ പെട്ടുപോയവരാ. ഇവർക്കൊരു കുന്തവും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ സന്തോഷാധിക്യം കൊടിയ ദാരിദ്ര്യത്തിൽ ഉദാരതയുടെ സമ്പത്തായി മാറി. കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, കരളിൽ പക്ഷേ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നം കയ്യിലൊന്നുമില്ലാത്തതല്ല, കരളിലൊന്നുമില്ലാത്തതാണ്. കരളിലൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കൈ വറ്റി വരണ്ട വേനൽക്കാല കിണർ പോലെയാണ്. ആർക്കും ജലം നൽകുന്നില്ല, ഉള്ള ജലം വറ്റിപ്പോവുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 8:2 നാം ആത്മാവിൽ ഉരുവിടണം. കൊടിയ ക്ലേശങ്ങളുടെ കാലത്ത് സന്തോഷാധിക്യത്താൽ കൊടിയ ദാരിദ്ര്യത്തെ ഉദാരതയാക്കി, മഹാമനസ്കതയാക്കി, നന്മയാക്കി മാറ്റിയ മായാജാലം ഇപ്പോഴും നമ്മുടെ സാധ്യതയാണ്. ആമേൻ. വീണ്ടും മധുരമനോഹരമായ ധ്യാനം വരികയാണ്. 60 വയസ്സിന് മുകളിലുള്ള അനേകർക്ക് അഭിഷേകവും ശക്തിയും കരുത്തും കനിവും നൽകിയ ധ്യാനം, ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ സിയോൺ ധ്യാനകേന്ദ്രത്തിൽ മെയ് 19, 20, 21, 22 തീയതികളിൽ കടന്നുപോയവർക്കും പങ്കെടുത്തവർക്കും മറക്കാനാവാത്ത സ്വർഗീയ സ്മരണകൾ സമ്മാനിച്ച ഈ ധ്യാനം, അതിൽ പങ്കെടുക്കുവാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ തന്ന് സീറ്റുകൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള താമസ സൗകര്യം ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയും. താഴെ നൽകുന്ന മേൽവിലാസത്തിലും ഫോൺ നമ്പറിലും ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ആത്മീയ ബന്ധത്തിലായിരിക്കാം. സ്വാഗതം. ആമേൻ ആമേൻ.